ആരാധനയും സ്തുതിക്കട്ടെ. തിരുവോസ്തിയായി നീയണഞ്ഞു നവദർശനം ഞാനറിഞ്ഞു. തിരുവോസ്തിയായി നീയണഞ്ഞു. പ്രിയമുള്ളവരെ, ഒരു നിമിഷം മൗനമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷയിൽ വളരെ പ്രത്യാശയോടെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇപ്പോൾ കാഴ്ചവെക്കണം. പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്കും നിങ്ങൾക്കും. കർത്താവെ, അനേകം മക്കള് ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിലെ അതീവ വിശ്വാസത്തോടെയും വേദന കൊണ്ട് വിശ്വാസം ചാഞ്ചല്യപ്പെട്ടുമൊക്കെ ശ്രദ്ധയോടും അശ്രദ്ധയോടും ഒക്കെ അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അവിടെ എല്ലാവരുടെയും വിശ്വാസത്തെ നീ ശക്തിപ്പെടുത്തണമേ. അവിശ്വാസത്തെ പരിഹരിക്കണമേ. സ്ഥായിയായ വിശ്വാസം നിലനിൽക്കുന്നതിന് യോഗ്യമായ അടയാളങ്ങൾ നൽകി അവരെ അനുഗ്രഹിക്കണമേ. ശ്രുതികടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, ആധ്യാത്മികമായ വളർച്ച എന്ന് പറയുന്നത് ബേസിക്കായിട്ട് അടിസ്ഥാനപരമായിട്ട് വിശ്വാസത്തിലുള്ള വളർച്ചയാണ്. വിശ്വാസത്തിലുള്ള വളർച്ച എന്ന് പറയുമ്പോൾ വിശ്വാസാനുപേക്ഷണീയമായ ജീവിതമെല്ലാം പ്രവർത്തനങ്ങളെല്ലാം അതിൽപ്പെടും. അപ്പോൾ നമ്മൾ ഓരോ ധ്യാനം കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ ദിവസം പിന്നിടുമ്പോഴും ഞങ്ങൾക്ക് സെമിനാരി വെച്ച് മൈനസ് സെമിനാരി വെച്ച് ഒരു പ്രത്യേക ട്രീറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. അതായത് എക്സാമിനേഷൻ ഓഫ് കോൺഷ്യസ്, അല്ലെങ്കിൽ പ്രസൻസ് ഓഫ് ഗോഡ് ഫീൽ ചെയ്യിക്കാൻ വേണ്ടി ഫസ്റ്റ് ഇയർ തൊട്ട് അവസാനം വരെ അതുണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അതായത് സ്റ്റഡി ടൈമിൽ ഞങ്ങളെല്ലാവരും ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും എല്ലാവരും ഒരുമിച്ച് ഓരോരോ ഡെസ്കിലായിരിക്കും. ലൈനായിട്ട് സ്റ്റഡി ഹാളിൽ 3-4 ലൈനിലായിട്ട് ഈ ഡെസ്ക് ഇടും. അവിടെ ഇരുന്ന് അവരവരുടെ സബ്ജക്റ്റുകൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുക. ബീഡിലെന്നും പറഞ്ഞ കക്ഷിയുണ്ട്. ഞാൻ സെമിനാരി മാത്രമേ അങ്ങനൊരു പേര് കേട്ടിട്ടുള്ളൂ. ബാക്കിയില്ല ഇടത്തും ലീഡർ എന്നാണ് പറയണത്. സെമിനാരിലെ പേരൊക്കെ നമ്മുടെ രസമാണ്. പൾസേറ്റർ എന്ന് പറഞ്ഞ വേറെ ആളുണ്ട്. പൾസേറ്റർ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഈ മണി അടിച്ച് നമ്മളെ ഓരോരോ സമയത്തിൻ്റെ പ്രത്യേകത ധരിപ്പിക്കുന്ന വ്യക്തികളാണ് പൾസേറ്റർ. ബീഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൻ്റെ ലീഡറാണ്. പക്ഷേ ഈ മൈനസ് എമ്മാലിൻ്റെയൊക്കെ ലീഡറിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ബീഡിലിൻ്റെ ഒരു പ്രത്യേകത, പൾസേറ്ററും കൂടിയാണ് ഈ ബീഡിലെന്ന് പറയുന്ന ആൾ. അയാളുടെ കയ്യിലാണ് മണിയുള്ളത്. ഇപ്പോൾ ഒരു മനുഷ്യൻ
ഒരു ഇയറിൽ ബീഡിലായിട്ട് തിരഞ്ഞെടുത്ത അയാൾക്ക് കൊടുക്കുന്നത് മണിയാണ്. ആ സ്റ്റഡി ഹോളിൻ്റെ മണി കൊടുക്കും. അപ്പോൾ ആ സമയം മുതൽ ഭക്ഷണം കഴിക്കണ സമയമാകുമ്പോഴും പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാകുമ്പോൾ ബീഡിൽ മണി ഒന്ന് കിലിക്കും. അത് സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്. ഇതല്ലാതെ മൈനസമ്മയാരി വേറൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ നല്ല തറവായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയെ തീഷ്ണമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. കംപ്ലീറ്റ് സൈലൻസും ആയിരിക്കും. ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ കൺസൾട്ടേഷന് പോവുകയും ചെയ്യും. ആ ഗ്രൂപ്പിൽ തന്നെയുള്ളവർ ക്ലാസ്സിൽ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ആ നോട്ടും എടുത്തുകൊണ്ട് പതുക്കെ വന്ന് കൺസൾട്ട് ചെയ്യാൻ ആളുമായിട്ട് അവർ മാത്രം കേൾക്കുന്ന രീതി സ്റ്റഡി മാറ്റർ സംസാരിച്ചുകൊണ്ടിരിക്കും. അത് അധികം പാടില്ല, 2-3 മിനിറ്റ് അത്രേ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെ ഒന്നും ഇല്ലാതെ ഇടയ്ക്ക് ഈ ബീഡിൽ മണി കിലിക്കും. ഈ ബീഡിൽ മണി കൊച്ചുമണിയാണ്, നമ്മളെ കുഞ്ഞും കയ്യിലുള്ള കൈമണിയാണ്. ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് കിളിക്കും. കിളി കഴിയുമ്പോൾ ഈ ബ്രദേഴ്സെല്ലാം ഉടനെ ഈ മേശപ്പുറത്ത് കൈകൂപ്പി വെച്ച് കുമ്പിട്ട് കണ്ണടച്ചിരിക്കും. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഭയങ്കര സുഖമുള്ള ഹൃദ്യമായ ഒരു നിമിഷമാണത്. അത് ഈ ബീഡിൽ എപ്പം മണി കിലിക്കുമോ നമുക്കറിയാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ അതിൻ്റെ ഉദ്ദേശം ഇതാണ്, ഈ മണി കിലിക്കുന്ന സമയത്ത് നമ്മളുടെ കൂടെയുള്ള ദൈവത്തെ അനുസ്മരിക്കുകയാണ് ഉദ്ദേശം. ഫീൽ ദ പ്രസൻസ് ഓഫ് ഗാഡ്. അതാണ് ബീഡിൽ ഇടയ്ക്ക് മണി കിലിക്കും. അപ്പോൾ ഉടനെ എല്ലാവരും കൈകൂപ്പി ദൈവ സാന്നിധ്യം അനുസ്മരിക്കും. കാര്യം എന്താണ്? നമ്മൾ ദൈവത്തിലാണ് ജീവിക്കണത്. ആദിമസഭ മുതൽ ഈ കോൺഷ്യസ് ഉണ്ട്. ഈ ഒരു ബോധം ഭയങ്കര രസമാണ്. ഇപ്പം പെട്ടെന്ന് നമ്മൾ ഈശ്വരനെ ഓർക്കും ഉടനെ ആ നിമിഷം. അത് ഭയങ്കര ഹൃദ്യമല്ലേ? സന്തോഷമായാലും നമ്മൾ ഈശോയ്ക്ക് ആ സമയത്ത് പങ്കുവെക്കും, ദുഃഖമായാലും ടെൻഷനായാലും ഒക്കെ പങ്കുവെക്കും ആ ജസ്റ്റ് ആ ടൈമിനെ. ഇതുപോലെ ഇത് ആദിമസഭയിൽ മുതലുണ്ട്. ഇത് ആദിമസഭയിൽ ഇങ്ങനെ മണികരിക്കാൻ ആരും ഇല്ലെങ്കിലും പൗലോസിൻ്റെ അപ്പോസ്തലന്മാരുടെ കോൺഷ്യസ് എപ്പോഴും ഈ ടൈപ്പാണ്. എന്താണ്? അതുകൊണ്ടാണ് പത്രോസ് പറയവേ പൗലോസ്, ഇൻ ഹിം വി ലീവ് ആൻഡ് മൂവ് ആൻഡ് ഹാവ് അവർ ബീയിങ്. എന്ത് രസമായിട്ടാണ്! ഞാൻ എപ്പോഴും പണ്ട് മുതൽ കാണാതെ പഠിക്കാൻ വേണ്ടി എനിക്ക് കൊതി തോന്നിയൊരു വാക്കാണിത്. എന്താണ്? നമ്മുടെ 17-25 നടപടി പുസ്തകം 25, 26, 27 ഒരേ സെൻസാണ്. അവരിലാണ് നമ്മൾ ജീവിക്കുന്നത്, ചരിക്കുന്നത്, ആയിരിക്കുന്നത്. അപ്പം നമ്മൾ ദൈവത്തിൽ ഒരു വസ്തു വെള്ളത്തിൽ മുങ്ങിക്കിടക്കണ പോലെ നമ്മൾ ദൈവസാന്നിധ്യത്തിലാണ് നിൽക്കുന്നത്. ഇത് നമ്മളെ ഈ ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ ഈ നടപടി പുസ്തകത്തിൻ്റെ 15 അല്ലെങ്കിൽ 17-25 ശ്രുതിയുടെ മക്കളെ യേശുവേ സ്തോത്രം, ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ സ്നേഹമേ അങ്ങേയ്ക്കായിരം സ്തോത്രമേകാം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ അങ്ങേയ്ക്കായിരം സ്തോത്രമേകാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതി പുകഴ്ചയുണ്ടാകട്ടെ. നടപടി 17-28 എന്തെന്നാൽ അവിടുന്ന് നാം ജീവിക്കുന്നു, ചരിക്കുന്നു, നിലനിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് അപ്പോസ്റ്റലിക് കോൺഷ്യസ് ആണ്. ശരിക്കും നമുക്ക് എപ്പോഴും ഈ കോൺഷ്യസ് ഉണ്ടായ ബസ്സിലായിരിക്കുമ്പോഴും, ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് വണ്ടി പോവുകയാണ്, പെട്ടെന്ന് അവിടെ സിഗ്നൽ വന്നപ്പോൾ പെട്ടെന്ന് ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ ഇത് എപ്പോഴാണ് ഇനി സിഗ്നൽ എണ്ണിക്കൊണ്ടിരിക്കും.
15, 14, 11, 1, 8 ഇങ്ങനെ കൗണ്ട് ഡൗൺ എണ്ണിക്കൊണ്ടിരിക്കും. ശരിക്കും പറഞ്ഞ ഒരു വിശ്വാസിയാണ്, ദൈവമായിട്ട് അഭിനിറ്റിയുള്ള ആളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ദൈവത്തെ ഓർക്കും. കാര്യം ദൈവത്തെ ഓർക്കാനുള്ളൊരു മണിക്കൂറാണ്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യണത്. വിശ്വാസ ജീവിതമെന്ന് ഞാൻ പറഞ്ഞല്ലേ, വിശ്വാസ ജീവിതം മനസ്സിനെ ട്രെയിൻ ചെയ്യണം. അത് ഇങ്ങനെ ഇടക്കും തലക്കുമുള്ളൊരു പ്രാർത്ഥനാ ജീവിതം അല്ലത്. ദൈവ സാന്നിധ്യത്തെ അങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും എത്ര തിരക്കുള്ള സമയത്തും നമ്മൾ ദൈവത്തെ അനുസ്മരിക്കും. ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ ഒരു ബോധം നമ്മൾ ഉണരും. ഇത് നമുക്ക് അത്യാവശ്യമാണ് ശരിക്കും. നിങ്ങൾ വിശ്വാസത്തെ വളരുന്നതിനെക്കുറിച്ചല്ല അച്ഛൻ സംസാരിച്ചു തുടങ്ങിയത്. അപ്പോൾ വിശ്വാസത്തെ വളരുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിക്രമങ്ങളുടെ ഒരു ഭാഗമാണിത്. ദൈവത്തിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യണത്. ഇങ്ങനെ കുറേ നാൾ കുറച്ച് നാൾ നമ്മുടെ മനസ്സിനെ ഇങ്ങനെ നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ആധികൾ. ഇന്നലെ ഇവിടെ ഒരു രസമുണ്ടായി. നമ്മുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് പൊട്ടോസൻ സഭയിൽ നിന്ന് നമ്മളുടെ മാതൃസഭയിലേക്ക് ഐക്യപ്പെട്ട ബ്രദർ ടൈറ്റസ് കാപ്പൻ ഇവിടെ ഒരു ആത്മീയ സന്ദർശനത്തിന് വന്നതാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു വെച്ചാൽ, അദ്ദേഹം ഇന്നലെ കുറേ ടോക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത്. ഇംഗ്ലീഷ്, കാര്യം സ്വിറ്റ്സർലൻഡ്, അതുപോലെ തന്നെ സൗദി അറേബ്യ, ഗൾഫ് രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ സുവിശേഷ വേല വ്യക്തിപരമായ സഭ നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഇപ്പോൾ സഭയിലേക്ക്, തിരുസഭയിലേക്ക് തിരിച്ചു വന്നത്. ഞങ്ങൾ കുറേ ചോദ്യങ്ങളൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചു. അതൊക്കെ യൂട്യൂബിൽ നമ്മൾക്കിനി ഉടനെ ഇന്ന് മുതൽ യൂട്യൂബിൽ ഞങ്ങൾ അപ്പ് ചെയ്യുന്നുണ്ട്. കാര്യം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്, ഓരോ തരത്തിലുള്ള എക്സ്പീരിയൻസ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, അച്ഛാ കഴിഞ്ഞ ആഴ്ചത്തെ അച്ഛൻ്റെ പ്രസംഗം ഞാൻ കേട്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഏത് പ്രസംഗത്തിൽ പറയുന്നത് ചോദിച്ചു. ആ പറഞ്ഞ്, മാതാവ് പ്രാർത്ഥിച്ചില്ല എന്ന് പറയുന്ന ആ വിഷയം. പക്ഷേ അത് ഞാൻ ചിന്തിച്ച് പറഞ്ഞില്ല. കാര്യം ഞാൻ ചെയ്യണത് ആരാധനയ്ക്ക് ഈശോൻ്റെ അടുത്ത് വന്ന് ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന സമയത്ത് കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിക്കും. അത് 3-4 ദിവസം പ്രാർത്ഥിക്കും. ഞാനിപ്പോൾ നിങ്ങളോട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പറയണില്ലേ, പക്ഷെ 3-4 ദിവസം പ്രാർത്ഥിച്ചതാണ് പറയണത്. 3-4 ദിവസത്തെ കൊന്ത ജപമാല ആരാധന ഉണ്ടെങ്കിൽ അതെല്ലാം, കുർബാന ഒക്കെ എല്ലാം ഈ ദിവസത്തെ ഈ മണിക്കൂറിന് ഞാൻ കർത്താവിന് കൊടുത്ത് വിശുദ്ധീകരിച്ചിട്ടുണ്ട്. അങ്ങനെ നിരന്തരം അത്. അപ്പോഴേ ചില സമയത്ത് ഞാൻ മനസ്സിൽ കരുതി വെക്കുന്ന ഒരു കാര്യങ്ങളുണ്ടാവും. പഠിക്കത്തില്ല, വേറെ പുസ്തകങ്ങളൊന്നും നോക്കത്തില്ല. എൻ്റെ മനസ്സിൽ തന്നെ വന്നിട്ടുള്ള പ്രാർത്ഥന വന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയത്തുള്ളൂ. എപ്പോഴും അങ്ങനെയാണ്. അഥവാ നോക്കുമെങ്കിൽ ഞാൻ എൻ്റെ നോട്ട് ബുക്കേ നോക്കത്തുള്ളൂ. കാര്യം ഞാൻ പ്രാർത്ഥനയുടെ സമയങ്ങളിലൊക്കെ കർത്താവ് എന്നോട് തന്നിട്ടുള്ള ചില നോട്ടുകൾ ഞാനപ്പോൾ തന്നെ ഡയറിയിൽ എഴുതി വെക്കും. അത് ഞാൻ ചില സമയത്ത് നോക്കും. അങ്ങനെ ചില ധാരണയൊക്കെ വരുത്തിയാണ് ആരാധനയ്ക്ക് വരുന്നതെങ്കിലും ആരാധന വന്ന് നിൽക്കുമ്പോൾ ചിലപ്പോൾ അതൊന്നും ഈശോ പറയിപ്പിക്കത്തില്ല. എന്നിട്ട് പുതിയ കാര്യം പറയിപ്പിക്കും. അത് എനിക്കും അറിയാൻ പറ്റാത്ത കാര്യമായിരിക്കും. അപ്പോൾ എനിക്കും അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ പ്രശ്നം, അതിന് സ്പെഷ്യൽ അനോയിൻറ്റിങ് ഉണ്ടാവും. പക്ഷേ നമ്മൾക്കറിയത്തില്ല. ബ്രദർ കാപ്പൻ എന്നോട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അങ്ങനെ ഒരു വലിയ കാര്യം പറഞ്ഞല്ലേ എന്ന് ഓർത്തു പോയത്. എന്താ ഞാൻ പറഞ്ഞതാണ്, അമ്മയ്ക്ക് സത്രത്തിൽ സ്ഥലം ലഭിക്കേണ്ടാത്ത ഒരു കാര്യവുമില്ല. ഇപ്പം നമ്മൾ ഈ കാലങ്ങൾ ക്രിസ്മസ് ടൈഡല്ലേ, ഇപ്പോൾ ഞാൻ ഈ ദിവസങ്ങൾ അത് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ മേഖലയിലായിരുന്നു മനസ്സ് വ്യാപരിച്ച മുഴുവൻ. അതുകൊണ്ട് അങ്ങനെ സംസാരിച്ചത്. ഇപ്പോൾ ലൂക്ക 2:7 എഴുതിയിരിക്കുന്നത് അവർക്ക് സത്രത്തിൽ സ്ഥലം ലഭിച്ചില്ല എന്നാണ്. അപ്പോഴേ ഇവിടെയും ഈ കർത്താവിൻ്റെ അടുത്ത് നിന്ന് നിങ്ങളോട് അഡ്രസ്സ് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാ പറഞ്ഞത് അതിനുവേണ്ടി അവൾ പ്രാർത്ഥിക്കണ്ടേ എന്നാണ്. അമ്മ അതിനുവേണ്ടി പ്രാർത്ഥിച്ചില്ല എന്നാണ്. സത്യം പറഞ്ഞാൽ എനിക്കും അറിയത്തില്ലായിരുന്നു. ഞാൻ പണ്ടൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന് പ്രാർത്ഥിച്ചത് കിട്ടിയില്ലെന്നാണ് എൻ്റെ ഒരു പണ്ടത്തിലായി. അത് ബുദ്ധി എന്ന് പറഞ്ഞതാണ്.
പക്ഷേ ആത്മാവിലെ അഭിഷേകത്തെ പറയുമ്പോൾ അമ്മ ആ വിഷയത്തെ പ്രാർത്ഥിച്ചിട്ടില്ല. ഇനി അതുകൊണ്ട് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവരി ടൈം മദറ് ദൈവസാന്നിധ്യത്തിലാണ്. അതാണ് എൻ്റെ പ്രത്യേകത. എവരി ടൈം നമ്മുടെ മനസ്സ് ദൈവസാന്നിധ്യത്തിൽ നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആ അമ്മയ്ക്ക് ചോദിക്കുന്നതിനും ലഭിക്കുന്നതിനുമൊക്കെ ഒരു കുഴപ്പമില്ല. എന്താ, ചോദിക്കാനുള്ള യോഗ്യത ഉണ്ട്, മെരിറ്റുണ്ട് അമ്മയ്ക്ക്. അമ്മ അമലോത്ഭവയാണ്. പിന്നെ ഈശോയ്ക്ക് ജന്മം നൽകാൻ വേണ്ടിയാണ് അങ്ങനെ ചോദിക്കണത്. ഇത്രയും പോസിറ്റീവായിട്ടുള്ള കുറേ റീസൺസ് ഉണ്ടെങ്കിലും അമ്മ ആ റീസണൊന്നും ഉപയോഗിക്കണില്ല എന്നാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്. അത് ആരൂപിയുടെ വേറെ ലെവലാണത്. അപ്പം ഞാൻ പറഞ്ഞ ചോദിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന് കൊടുക്കേണ്ടി വന്നേനെ വന്നു. അമ്മ ചോദിച്ചില്ല. എന്താ ചോദിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിഷയത്തിലൊക്കെ ദൈവവുമായിട്ട് അമ്മയ്ക്ക് ഒരു ഓൺലൈൻ കണക്ഷൻസാണ്. അത് എനിക്ക് മനസ്സിലായോ? അതായത് ഈ നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? വിശ്വാസ വളർച്ച. അതിൻ്റെ സെക്കൻഡ് പോയിൻ്റ് എന്താണ്? എക്സാമിൻസ് യുവർ കോൺഷ്യസ് ഇൻ എവറി ടൈം ഫീൽ ദ പ്രസൻസ് ഓഫ് ഗാഡ്. അത് ദൈവത്തിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് ഇടയ്ക്ക് വല്ലപ്പോഴും പ്രാർത്ഥനാ സമയത്തിലല്ല, സാധാരണ ഫീൽ ചെയ്യാൻ വേണ്ടി, ഇടയ്ക്കും തലക്കുമൊക്കെ ഫീൽ ചെയ്യാൻ വേണ്ടി മനസ്സിനെ ട്രെയിൻ ചെയ്യണമെന്നാണ്. അതെന്തിനു വേണ്ടിയാണ്? ഓൺലൈൻ ബന്ധം ദൈവവുമായിട്ട് ഉണ്ടാകാനാണ്. അമ്മയ്ക്ക് ഉണ്ടായിരുന്നൊരു ബന്ധമെന്ന് പറയുന്നത് ഓൺലൈൻ ബന്ധമാണ്. എന്ന് വെച്ചാൽ ദൈവത്തിന് മനസ്സിൽ എന്ത് സംഭവിക്കുന്നു അമ്മയ്ക്കറിയാൻ പറ്റും. അതാണ് പ്രശ്നം. അതാണ് പ്രാർത്ഥിക്കാഞ്ഞതിൻ്റെ കാരണം. ദൈവത്തിൻ്റെ മനസ്സിൽ എന്താണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഓൺലൈനായിട്ട് ലൈവായിട്ട് അമ്മയ്ക്ക് അറിയാൻ പറ്റും. അങ്ങനെ ദൈവഹിതം അറിഞ്ഞുള്ള യാത്രയാണ്. നമ്മളീ പ്രെയർ ചെയ്യണതും പ്രെയർ ചെയ്തിട്ട് കിട്ടാതെ വരുമ്പോൾ നിരാശപ്പെടുന്നതൊക്കെ എന്താ കാര്യം? നമുക്ക് ദൈവത്തിൻ്റെ മനസ്സറിയത്തില്ലല്ലോ. ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങളാകട്ടെ ദൈവത്തിൻ്റെ മനസ്സറിയുന്നു എന്നും പറഞ്ഞുള്ളത് ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. വളരെ രസകരമായൊരു വചനമാണ് നമ്മൾ കാണിച്ചത്. 1 കൊരിന്ത്യസ് 2-ാമത്തെ അധ്യായത്തിലെ 15-ാമത്തെ വാക്യം. 1 കൊരിന്ത്യസ് 2-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം. എന്നാ വാക്യം? ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. അതാണ് അമ്മ പ്രാർത്ഥിക്കാഞ്ഞതിൻ്റെ കാരണം. ഇപ്പം ലുക്ക 2:7 എന്താ വായിക്കണത്? സത്യത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ചോദിക്കണ്ടേ? ചോദിച്ചില്ല. എന്നാ ചോദിക്കാഞ്ഞതിൻ്റെ കാരണം അതിതാണ്. 1 കൊരിന്ത്യസ് 2:15. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. അമ്മ അപ്പൻ്റെ മനസ്സ് വിവേചിച്ചു. അതാണ് വിഷയം. അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയുമില്ല. കർത്താവിനെ പഠിപ്പിക്കുവാൻ തക്ക വിധം അവിടുത്തെ മനസ്സറിഞ്ഞവൻ ആരുണ്ട്? ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. ഇതാണ് വിഷയം. ഞങ്ങളാകട്ടെ ദൈവത്തിൻ്റെ മനസ്സറിയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് അറിയുന്ന ആൾ എനിക്ക് പെറ്റുകിടക്കാൻ ഒരു സ്ഥലം തായോ എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ട് മോങ്ങി നിലവിളിച്ചുകൊണ്ട് നടക്കത്തില്ല. അതുകൊണ്ടാണ്
ബ്രദർ അങ്ങനെ പറഞ്ഞത് അത് ഭയങ്കര അഭിഷേക നിലവാരത്തിലുള്ള സംസാരമായി പോയെന്ന്. എന്താ കാര്യം? അമ്മ പ്രാർത്ഥിച്ചിട്ടില്ല. കാര്യം ഇതാണ്, 1 Corinthians 2:15 ഞങ്ങളാകട്ടെ ദൈവത്തിൻ്റെ മനസ്സ് അറിയുന്നു. ഞാൻ പറഞ്ഞു വീടിൻ്റെ കാര്യം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മണിയടിക്കുമ്പോൾ പ്രദേശം നിശബ്ദമായിരിക്കുന്നതിൻ്റെ കാരണം ഫീൽ ദ പ്രസൻസ് ആണ്. ഈ ഫീൽ ദ പ്രസൻസ് നമ്മളെപ്പോഴും നമ്മൾ ട്രെയിൻഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ദൈവ മനസ്സ്, അതെ അതിനേക്കാൾ രസകരമായൊരു വചനമുണ്ടേ, നമ്മുടെ 1 Corinthians തന്നെ 6:17 1 Corinthians 6:17 അതിനേക്കാൾ ഹൃദ്യമാണ്. കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോടെ ഏക ആത്മാവായി തീരുന്നു. ഇങ്ങനെയാണ് ഞങ്ങളാകട്ടെ ദൈവത്തിൻ്റെ മനസ്സറിയണം എന്ന് പറഞ്ഞില്ലേ 1 Corinthians 2:15. അതെങ്ങനെ ദൈവത്തിൻ്റെ മനസ്സറിയണത്? അത് ഇങ്ങനെയാണ്. എങ്ങനെയാണ്? 1 Corinthians 6:17 കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് കൂടെ ഏകാത്മാവായി തീരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം അതായത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വിശ്വാസത്തിൽ വളരണം മക്കളെ. അപ്പോൾ നമ്മുടെ ഇപ്പം നിങ്ങൾ കാപ്പി അനത്തുമ്പോഴായാലും അല്ലെങ്കിൽ കുഞ്ഞുമക്കളുള്ളവർ കൊച്ചിന് പാല് കൊടുക്കുമ്പോഴായാലും അല്ലെങ്കിൽ കുളിക്കുമ്പോഴായാലും എപ്പോഴായാലും നമ്മുടെ എല്ലാ ജീവിത വ്യാപാരങ്ങളിലും ഒരു നിമിഷം ദൈവത്തിന് കൊടുക്കണം. നമ്മൾ ജസ്റ്റ് 1 minute അല്ലെങ്കിൽ അര മിനിറ്റ് ദൈവത്തെ ഓർക്കാൻ. അങ്ങനെ നിരന്തരമായിട്ട് ദൈവത്തെ ഓർത്ത് സ്തുതിക്കുകയോ അല്ലെങ്കിൽ ഒരു പാട്ട് പാടുകയോ അല്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് ചെല്ലുകയോ ദൈവ സാന്നിധ്യം അനുസ്മരിക്കുകയോ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറയുന്ന 2 വചനങ്ങൾ സംഭവിക്കും. അതായത് 1 Corinthians 2:15 1 Corinthians 6:17. കർത്താവ് എന്താണ്? ഞങ്ങളാകട്ടെ യേശുക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. പിന്നെന്താണ്? കർത്താവുമായി സമയോജിക്കുന്നവൻ അവനോടുകൂടെ ഏകാത്മാവായി തീരുന്നു. മറിയത്തിൻ്റെ ഏറ്റവും വലിയ ആധ്യാത്മികത രഹസ്യം അതാണ്. അതായത് കർത്താവുമായി സംയോജിച്ചിരിക്കുന്നു, അതുകൊണ്ട് ദൈവത്തിൻ്റെ മനസ്സറിയുന്നു. മരിയ സ്പിരിച്വാലിറ്റിയാണ് നമുക്ക് ഉടമ്പടിയുടെ സബ്ജക്റ്റ്. നിങ്ങൾക്കറിയാമല്ലോ, മരിയൻ ഉടമ്പടി ധ്യാനമാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഈ കൃപാസനം എപ്പോഴും അന്വേഷിക്കുന്നത് വാട്ട് ഇസ് എ കോർ സ്പിരിച്വാലിറ്റി ഓഫ് മേരി, അമ്മയുടെ സ്പിരിച്വാലിറ്റിയുടെ മർമ്മം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കുന്നത്. ഇപ്പം എന്നാ പറയണത്? അത് അമ്മയുടെ സ്പിരിച്വാലിറ്റി എപ്പോഴും, ആധ്യാത്മികത എപ്പോഴും അപ്പായുമായി ആത്മാവിൽ ഒരു ഐക്യപ്പെട്ടിരിക്കണം. അതുകൊണ്ട് അപ്പായുടെ മനസ്സറിയാം. അപ്പായുടെ മനസ്സ് ലളിതമായി എളിയ രീതിയിൽ തൻ്റെ കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടിയാണ് അപ്പായുടെ മനസ്സെങ്കിൽ നമ്മളെ കുടിലും കൊട്ടാരവും ചോദിച്ച് നടക്കേണ്ട ഒരു കാര്യമില്ല. ശരിക്കും അവർ സ്വാഭാവികമായിട്ട് എല്ലാവരെയും പോലെ രാത്രി താമസിക്കാൻ ടൂറിസ്റ്റുകളെ പോലെ ചിലപ്പോൾ ഏതെങ്കിലും സത്യത്തിൽ ചോദിച്ചു കാണും. പക്ഷെ ചോദിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും 2 വിഷയമാണ്. വൺസ് ഇറ്റ് ഈസ് റിജക്റ്റഡ്, പിന്നെ അത് ദൈവത്തിൻ്റെ തിരുമനസ്സായിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അതുകൊണ്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നുള്ള വാക്കാണ് മരിയൻ ഈ വിഷയത്തിന് അവസാനം പറയുന്നത്. എല്ലാ അനുഭവങ്ങളെയും കൂട്ടിയതിന് ശേഷം അപ്പായുടെ മനസ്സിനോട് യോജിച്ചു എന്നാണ് പറയണത്. ഇപ്പം 2:19 ലൂക്ക നമ്മൾ വായിക്കണം. എന്താണ്? മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ മറിയം ദൈവരാജ്യത്തിലായോ എന്നാണ് എൻ്റെ അർത്ഥം. അപ്പായുടെ മനസ്സിനോടെ കാലിത്തൊഴുത്തിലാണ് പ്രസവിക്കാൻ അപ്പായ്ക്ക് മനസ്സെങ്കിൽ ആ മനസ്സിനോട് പരാതിയില്ലാതെ പരിഭവമില്ലാതെ അമ്മ ഐക്യപ്പെട്ടു. അതാണ് കർത്താവുമായി സംയോജിക്കുന്നവൻ ദൈവത്തിൻ്റെ കൂടെ ഏക മനസ്സായി തീരുന്നു എന്ന് പറയുന്നത് അതാണ്. അപ്പോഴെന്നാ പറ്റണത്? അതോടുകൂടി ദൈവരാജ്യമായി, ദൈവ തിരുമനസ്സാണ് നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നെങ്കിൽ ദൈവരാജ്യമായി. അമ്മ ദൈവരാജ്യത്തിലാണ് ഈശോനെ
ലോകത്തിന് നൽകണത്. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. ഞാനീ ദിവസങ്ങളിൽ ഈ നമ്മുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേസൊക്കെ ഉണ്ടല്ലോ, എപ്പോഴും അത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മൊണോട്ടണസ് ആവും, ഞാനത് പറയുന്നില്ല. പക്ഷെ ആ കേസുമായി ബന്ധപ്പെട്ട് കുറേ ന്യൂസ് പോർട്ടൽ ഒരു ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരു ഡോക്ടറിൻ്റെ ഒരു ആർട്ടിക്കിൾ കുറേ ന്യൂസ് പോർട്ടൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഭയങ്കര വ്യൂവേഴ്സാണ് അതിന്. ഭയങ്കര വ്യൂവേഴ്സല്ല, റീഡേഴ്സാണ്. ഒരു ഡോക്ടർ കൃഷ്ണൻ ബാലചന്ദ്രൻ, ഫോറൻസിക് ഡോക്ടറാണ്. അദ്ദേഹത്തെ ഞാനെൻ്റെ 2 പ്രാവശ്യം അത് വായിച്ചായിരുന്നു. പക്ഷേ അതിനകത്ത് അദ്ദേഹം ബേസിക്കലി അത് പറയുന്നുണ്ട്, ഞാനൊരു യുക്തിവാദിയല്ല, യുക്തി വാദിക്കാൻ വേണ്ടിയൊന്നും നടക്കുന്നില്ല. പക്ഷേ ഞാൻ ഒരു നിരീശ്വരനാണ്, ദൈവത്തെ വിശ്വസിക്കാത്ത ആളാണ്. അതിന് അദ്ദേഹം പറയുന്ന കുറച്ച് കാരണങ്ങളുണ്ട്. കാരണം എനിക്ക് വിശ്വസിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ വേണം. എന്താണ് വേണ്ടത്? എനിക്ക് വിശ്വസിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ വേണം. എന്തൊക്കെയാണ് വേണ്ടത്? 1, എവിഡൻസ്. എവിഡൻസ് എന്താണ്? തെളിവ് വേണം. പിന്നെ എന്ത് വേണം? രണ്ടാമത്തത് എന്താണ്? ലോജിക്, യുക്തി വേണം. മൂന്നാമത്തത് എന്താണ്? റീസൺ, ന്യായം വേണം. അപ്പോൾ 3 കാര്യങ്ങളില്ലാതെ എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ യുക്തിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നത്. ഞാനൊരു നിരീശ്വരനാണ്. എന്നിട്ടാണ് അദ്ദേഹം ബാക്കിയുള്ള കാര്യങ്ങൾ, ഭയങ്കര മനോഹരമാണ് ആ ആർട്ടിക്കിൾ, നിങ്ങൾ വായിച്ചാൽ നല്ലതായിരിക്കും. ശാസ്ത്രീയമായിട്ട് എന്തെല്ലാം തെറ്റുകൾ ന്യായാസനത്തിന് അഭയ കേസ് സംഭവിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും തന്നെ വായിച്ചു കഴിഞ്ഞു 5-6 പ്രാവശ്യം. അത്രയ്ക്ക് അദ്ദേഹം 1 by 1 ആയിട്ട് ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങളെ സത്യപ്പെടുത്താൻ ഉദ്ദേശിച്ചത് ഒരു നിരീശ്വരൻ ആയ ഒരു വ്യക്തി എന്തുകൊണ്ട് നിരീശ്വരനായി എന്നാണ് ആമുഖത്തിൽ പറയുന്നത്. അതിന് അദ്ദേഹം പറയുന്ന ന്യായങ്ങൾ ഇതാണ്. 1, എനിക്ക് വിശ്വസിക്കണമെങ്കിൽ 1 എന്ത് വേണം? എവിഡൻസ് വേണം. അതെന്താണത്? തെളിവ്. രണ്ടാമത്തെ എന്ത് വേണം? റീസൺ. എന്താ വെച്ചാൽ ന്യായം വേണം. മൂന്നാമത്തെ അദ്ദേഹം പറയണത് എനിക്ക് വിശ്വസിക്കണമെങ്കിൽ ലോജിക് വേണം, യുക്തി വേണം. ഇപ്പം ന്യായം, യുക്തി, അതുപോലെ തന്നെ തെളിവ് ഇല്ലാത്ത ആളാണ് ഈശ്വരൻ. അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കാത്തതെന്നാണ് അദ്ദേഹം പറയേണ്ടത്. അപ്പോൾ എൻ്റെ മനസ്സിൽ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് എന്താ അറിയാമോ? ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളൊരു വിഷയമാണ് കാര്യം. ദൈവത്തിന് ഒരു ന്യായമോ ഒരു യുക്തിയോ അവരുടെ തെളിവോ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ദൈവം വെറും മൂർത്തനായി മാറും, പദാർത്ഥമായി മാറും. കാര്യം ഇതിൻ്റെ അപ്പുറത്താണ് ദൈവം. മനുഷ്യൻ്റെ ഈ കുരുട്ട് ബുദ്ധിയിലുണ്ടാകുന്ന തെളിവ്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ബുദ്ധിയുടെ രീതി അനുസരിച്ചുള്ള യുക്തി, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഉണ്ടാകുന്ന ന്യായം, ഇത് കൊണ്ട് തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം മെറ്റീരിയലായിട്ടുള്ള വിഷയങ്ങളാണ്. മെറ്റീരിയലായിട്ടുള്ള പദാർത്ഥം മാത്രമായിട്ടാണ്. ദൈവം ഒരു പദാർത്ഥമല്ലല്ലോ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ സുവിശേഷത്തിൻ്റെ വഴികൾ റിലേ ചെയ്യാൻ കാര്യം. എന്താ? സുവിശേഷത്തിലെ വ്യക്തികൾ ദൈവാനുഭവമുള്ള, നമുക്കറിയാം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞു, ഈ ഔസേപ്പിതാവിൻ്റെ ദിവസങ്ങൾ നമ്മൾ ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഔസേപ്പിതാവ് പോലും ആരാണ്? എബ്രഹത്തിനേക്കാൾ ഉന്നതനാണ്.
എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചു. ഔസേപ്പിതാവിനെ കുറിച്ച് തന്നെ വചനം കൊടുക്കുന്നത് മറിയത്തിൻ്റെ ഭർത്താവായ യൗസേപ്പ് നീതിമാനായിരുന്നു എന്ന് പറയും അല്ലേ? ആരാ പറയണത്? പരിശുദ്ധാത്മാവാണ് പറഞ്ഞ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത്. ആരാണ്? ഔസേപ്പിതാവ് നീതിമാനാണെന്ന് പറയണത് ആരാണ്? പരിശുദ്ധാത്മാവാണ് പറയണത്. ദൈവവചനമാണ് പറയണത് നീതിമാനായിരുന്നു എന്ന് പറയും. അപ്പോൾ ഇനി രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈശോ നീതിയെക്കുറിച്ച് പറയുന്ന വിഷയം എന്ന് പറയുന്നത് വിശ്വാസികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു നീതിയുണ്ട്. അതെന്താണ്? അത് വചനത്തിനേക്കാളും വലിയ നീതിയാണ്. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും പരിസരുടെയും നീതിയെ അതിലംഘിക്കുന്നില്ലെങ്കിൽ, അതായത് താൽമൂദ് ഉൾപ്പെടെയുള്ള യഹൂദ വചന പാരമ്പര്യ പ്രകാരമുള്ള അനുഷ്ഠാന രീതികളും വിധികളും വിശുദ്ധ പാരമ്പര്യം, അതിൻ്റെ അപ്പുറത്താണ് ദൈവം നമ്മളുടെ നീതി പ്രതീക്ഷിക്കുന്നത്. 5:20 മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ 5:20 നിങ്ങളുടെ നീതി നിയമജ്ഞരുടെ ഫരിസയരുടെ നീതിയെ അതിലംഘിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ലെന്ന്. അപ്പോൾ വിശുദ്ധ പാരമ്പര്യത്തെക്കാളും വിശ്വാസ പാരമ്പര്യത്തെക്കാളും ഉന്നതമായൊരു നീതി ഔസേപ്പിതാവാണ് മാതൃകയാക്കിയത്. ഈ ഔസേപ്പിതാവിൻ്റെ നീതി മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണോ ഈശോ ലോകത്തിന് മാതൃകയാക്കാൻ പറഞ്ഞത്? വിശ്വാസികൾ, നിങ്ങളുടെ നീതി, ദൈവം എന്നെ വളർത്താൻ ഏൽപ്പിച്ച ഔസേപ്പിതാവിൻ്റെ നീതിക്ക് ഒപ്പം നിൽക്കണമെന്നാണോ ഈശോ പറഞ്ഞത് എന്ന് ഞാൻ ചുമ്മാ ഔസേപ്പിതാവിൻ്റെ ദിവസങ്ങളായതുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം ആലോചിച്ചതാണ്. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ദൈവവചനം നീതിമാനാണെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ഔസേപ്പിതാവിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും നീതീകരിച്ചത് എങ്ങനെയാണ്? വല്ല തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണോ? ആ ഫോറൻസിക് ഡോക്ടർ പറയുന്ന പോലെ എന്തെങ്കിലും എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിലാണോ ഔസേപ്പിതാവിൻ്റെ ജീവിതം ക്രമീകരിക്കപ്പെട്ടത്? അല്ല. എന്തെങ്കിലും റീസൺ ഈ വിഷയത്തിലുണ്ടോ ഔസേപ്പിതാവിൻ്റെ ജീവിതത്തിൽ? നമ്മൾ പരിശുദ്ധ അമ്മ മരണം വരെ കന്യകയാണെന്നാണ് കത്തോലിക്ക സഭ വിശ്വാസത്തെ പ്രഖ്യാപിക്കുന്നത്. അവരെ കന്യകയായിട്ട് നിലനിർത്താൻ എന്തെങ്കിലും റീസൺ ആവുള്ള ഔസേപ്പിതാവിന്? നോ റീസൺ. ഹീസ് എ മാൻ. He's a married man, and Mary is his wife, and he has the marital right. അപ്പോൾ പിന്നെ അവിടെ എന്താണ്? ഈ മാരിറ്റൽ റൈറ്റ് ഉണ്ടായിട്ടും അമ്മയെ കന്യകയായിട്ട് സൂക്ഷിക്കുന്നതിനുള്ള റീസൺ എന്താണ്? അപ്പോൾ ദാറ്റ് മീൻസ് ഔസേപ്പിതാവിൻ്റെ നീതീകരണവും അവൻ്റെ വിശ്വാസം അവനെ നീതീകരിച്ചുവെന്ന് എബ്രാഹത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഔസേപ്പിതാവിൻ്റെ ഓരോ പ്രവർത്തനങ്ങളെക്കുറിച്ചും പറഞ്ഞാൽ എന്തുകൊണ്ട് അമ്മയെ കന്യകയായി നിലനിർത്തി? അതവൻ്റെ വിശ്വാസമാണ്. എന്തുകൊണ്ട് അവൻ ബ്രഹ്മചാരിയായി ജീവിച്ചു? അതവൻ്റെ വിശ്വാസമാണ്. അപ്പം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും ദൈവികമായ തീരുമാനങ്ങൾ, ആത്മീയ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം എന്താണ്? ഇറ്റ് ഈസ് എബവ് റീസൺ, എബവ് എവിഡൻസ്. അങ്ങനെ നമ്മളുടെ തെളിവിൻ്റെ അപ്പുറത്തായിരിക്കും. നമുക്ക് തെളിവില്ല. ഈ ഔസേപ്പിതാവിൻ്റെ കൈ ഉണ്ണീശരിക്കുന്ന ചിത്രം നമുക്കറിയാം. ആൻറ്റി എവിഡൻസാണ് കയ്യിലിരിക്കുന്നത്. ഈ ഉണ്ണീശ കൈ ഇരുന്നിട്ട് ചില മൂത്രം ഒഴിച്ചെന്ന് വരും. അപ്പോൾ എന്താണ്? അത് ആൻറ്റി എവിഡൻസാണ്. ദൈവപുത്രനെന്ന് ചിന്തിക്കുമ്പോൾ കേവലം മനുഷ്യനെ പോലെയെല്ലാം കുഞ്ഞുങ്ങളെപ്പോലും തുമ്മുകയും ചീറ്റുകയും മൂത്രമൊഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഹീസ് ബിലീവിങ് ദാറ്റ് ജീസസ് ഈസ് ദ സൺ ഓഫ് ഗോഡ്. അതാണ് പ്രശ്നം. അപ്പോൾ എവിഡൻസ് അവിടെ ഇല്ല. വിശ്വാസ ജീവിതത്തിൽ നമുക്കുള്ളത് എന്താണ്? അത് മനസ്സിൻ്റെ എവിഡൻസാണ്. ഇവരൊക്കെ ആധ്യാത്മികതയുടെ വലിയ ഉന്നതങ്ങളിൽ ജീവിക്കുന്ന, ഇപ്പം ഞങ്ങളാകട്ടെ യേശുക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ 1 Corinthians 2:15 വായിക്കുമ്പോഴും
കർത്താവുമായി സംയോജിപ്പിക്കുന്ന, അവനോട് കൂടെ ഏക മനസ്സായിരിക്കുന്ന ഒന്ന് നമ്മൾ 1 കൊരിന്ത്യൻസിൻ്റെ 6:17 വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഇവർക്ക് പരാതിയില്ല. കാര്യം എന്താണ്? ഇവർ ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞു പോവുകയാണ്. ഇവർ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ദൈവത്തിൻ്റെ മനസ്സിന് അനപേക്ഷണീയമായിട്ട് ജീവിതം ക്രമീകരിക്കണമുണ്ട്. ഈജിപ്തിലോട്ട് പോകാൻ പറയുമ്പോൾ ഈജിപ്തിലോട്ട് പോകും, ഓടാൻ പറയുമ്പോൾ ഓടും, ഇന്ന് പട്ടിണി കിടക്കാൻ പറയുമ്പോൾ പട്ടിണി കിടക്കും. അപ്പോൾ അങ്ങനെ ഓരോ വ്യത്യസ്തങ്ങളായ ജീവിതത്തിൽ ദൈവം നൽകുന്ന ഓരോ പാഠങ്ങളിൽ പരാതിയില്ലാതെ പോകുമ്പോൾ ആധ്യാത്മികതയിൽ ശരിക്കും അമ്മയോടൊപ്പം തന്നെ ഔസേപ്പിതാവ് നിലനിൽക്കും. കാര്യം ഇതെല്ലാം ചെയ്തു തീർക്കുന്നത് ചുമ്മാ സ്വപ്നത്തിൻ്റെ എവിഡൻസിലാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞില്ലേ, എവിഡൻസ് വേണം, പിന്നെന്താണ്, റീസൺ വേണം, എവിഡൻസ് വേണം, തെളിവ് വേണം, റീസൺ വേണം, അത് ന്യായം വേണം എന്നൊക്കെ പറഞ്ഞില്ലേ. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? യുക്തി വേണം. ഈ സ്വപ്നക്കാരന് എന്നാ യുക്തി? ഈ ഉണ്ണി ഈശോന് ഒരു വളർത്തു പിതാവായി ലോകത്ത് വളർത്തിക്കൊണ്ട് വരുന്നതിൻ്റെ പിന്നിലുള്ള യുക്തി എന്താണ്? ഒരു യുക്തിയുമില്ല. സ്വപ്നം മാത്രമേ ഉള്ളൂ ബേസിക്കായിട്ട്. അമ്മയ്ക്കാണെങ്കിൽ, പരിശുദ്ധ അമ്മയ്ക്കാണെങ്കിൽ അമ്മ ആ വിശ്വാസത്തെ വളർത്തിക്കൊണ്ട് വന്ന് അമ്മ ഇതെല്ലാം കണ്ട ഫലങ്ങളെല്ലാം കണ്ട ആളാണ്. യേശുവിൻ്റെ അത്ഭുതങ്ങൾ കണ്ടു, കാനായ വെള്ളം വീഞ്ഞാക്കുന്നത് കണ്ടു, ദൈവത്തിലും ജനങ്ങൾ വിശ്വസിക്കുന്നത് കണ്ടു, കടലിൽ മീത് നടക്കുന്ന കാഴ്ചകൾ ജനങ്ങൾ വിവരിച്ച് കേൾപ്പിച്ചു. അന്ധന്മാർ ചെവിടൻ. അമ്മ യേശുവിനെ സന്ദർശിക്കാൻ വരുമ്പോൾ 8:27 ജനങ്ങൾ സൗഖ്യപ്പെടുന്ന കണ്ടു. 11:27 8:21 11:27 അമ്മയെ സന്ദർശിക്കാൻ വരുമ്പോൾ, യേശുവിനെ സന്ദർശിക്കാൻ വരുമ്പോൾ ഈ ജനപ്രളയമെല്ലാം അമ്മ കണ്ടതാണ്. അപ്പം അത് അമ്മയ്ക്കെല്ലാം അത് എവിഡൻസാണ്, അവൻ ദൈവപുത്രനാണെന്നുള്ളത്. പക്ഷെ ഔസേപ്പിതാവിന് എന്നാ എവിഡൻസ്? ഒന്നും കണ്ടില്ല. 20ാമത്തെ വയസ്സിൽ പിതാവ് പറഞ്ഞു, നിൻ്റെ സമയം കഴിഞ്ഞു, നിന്നെ ഏൽപ്പറ്റ ജോലി പൂർത്തിയാക്കില്ലേ, ടേൺ ബാക്ക്, തിരിച്ചു പോരാൻ പറഞ്ഞു. ആൾ തിരിച്ചു പോയി, ഒന്നും കൈപ്പറ്റാതെ, ഒരു താങ്ക്സ് പോലും കൈപ്പറ്റാതെ ആൾ തിരിച്ചു പോകും. വിത്ത് നോ എവിഡൻസ്, വിത്ത് നോ റീസൺ, ഇതൊന്നുമില്ലാതെ, വിത്ത് നോ ലോജിക്, ഹി ലിവ്ഡ് എ ലൈഫ്. അദ്ദേഹം ഇവിടെ ഒരു ജീവിതം ജീവിച്ചു, വിത്തൗട്ട് എവിഡൻസ്, വിത്തൗട്ട് ലോജിക്, വിത്തൗട്ട് റീസൺ. ഒരു യുക്തിയുമില്ലാതെ ഒരു ജീവിതം, വിശ്വാസത്തിൻ്റെ ജീവിതം. ഒരു തെളിവുമില്ലാതെ ഒരു ജീവിതം, വിശ്വാസത്തിൻ്റെ ജീവിതം. ഇങ്ങനെ ജീവിച്ച ഒരു ജീവിതം, അതാണ് നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത്. ഈ യുക്തിക്കും അതുപോലെ തന്നെ ന്യായത്തിനും അതുപോലെ തെളിവിനും അതിനേക്കാൾ എല്ലാം വലുതാണ് വ്യക്തിയുടെ ദൈവവിശ്വാസം എന്ന് പറയുന്നത്. എല്ലാ വിശ്വാസങ്ങൾക്കും നമ്മൾ തെളിവ് അന്വേഷിക്കാൻ പറ്റത്തില്ല നമുക്ക്. കാര്യം തെളിവ് ആരാ നമുക്ക് തരേണ്ടത്? ദൈവമല്ലേ. നമ്മൾ ആഗ്രഹിക്കുന്ന വിഷയത്തേക്കാൾ എത്രയോ ഉന്നതനാണ് ദൈവം. ഈ അടയാളങ്ങൾ നമുക്ക് തരുന്നത് വിശ്വാസമാണ് റീസൺ ഉണ്ടാക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? വിശ്വാസമാണ്. ബൈബിളിൽ എങ്ങനെയാണ് വിശ്വാസമാണ് യുക്തി ഉണ്ടാക്കുന്നത്, വിശ്വാസമാണ് ന്യായം ഉണ്ടാക്കുന്നത്. ഫെയ്ത്ത് ക്രിയേറ്റ്സ് എവിഡൻസ്, ഫെയ്ത്ത് ക്രിയേറ്റ് റീസൺ, ഫെയ്ത്ത് ക്രിയേറ്റ് ലോജിക്. എന്താ കാര്യം? ഞാൻ വിശ്വസിച്ചു, എനിക്കത് നീതിയായി പരിഗണിച്ചു. എബ്രാഹാം വിശ്വസിച്ചു, എബ്രാഹത്തിന് എവിഡൻസ് കിട്ടി, ലോജിക്ക് കിട്ടി, എബ്രാഹത്തിന് റീസൺ കിട്ടി. വിശ്വാസത്തിൻ്റെ ഫ്രൂട്ട്സാണ് റീസൺ, വിശ്വാസത്തിൻ്റെ ഫ്രൂട്ട്സാണ്
ലോജിക്. വിശ്വാസത്തിൻ്റെ ഫ്രൂട്ട്സാണ് എവിഡൻസ് അല്ല. അപ്പോൾ ഒരു വ്യക്തി നീ വിശ്വാസത്തിൽ തുടരാനോ വളരാനോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദൈവവേദനേ നീ ആദ്യം വിശ്വാസത്തിൽ വളരാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതിനുവേണ്ടി വിശ്വാസത്തെ പരിചരിക്കണം. ഓരോ അനുഭവങ്ങൾ തരുമ്പോഴേ എപ്പോഴെങ്കിലും നിനക്ക് ഒരു അശനിപാതം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നിരാശ ഒരു വിഷയത്തിൽ വരാത്ത ഫ്ലോപ്പ് പ്രെയർ ഉണ്ടെങ്കിൽ, ഒരു പ്രെയർ ഫ്ലോപ്പായിപ്പോയി, ഒരു പ്രെയർ, ഇപ്പം നീ കുട്ടികളില്ലാത്ത വ്യക്തിയാണെന്ന് വിചാരിച്ചോ, അപ്പം നിൻ്റെ ഇപ്പം പീരീഡ്സ് ഇപ്പം ഈ ദിവസങ്ങളിൽ പീരീഡ്സ് ആയില്ല എന്ന് പറയുമ്പോൾ ഉടനെ നീ നിൻ്റെ ചേട്ടായി വിളിച്ച് പറഞ്ഞ ചേട്ടായി ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്നാണ് തോന്നണത്, പീരീഡ്സ് ആയിട്ടില്ല എന്ന് പറയും. പക്ഷേ പെണ്ണുങ്ങളെ പോലെയല്ല പുരുഷന്മാർ, പെട്ടെന്ന് കയറി അത് വിശ്വസിക്കത്തില്ല. അത് പറയും വരട്ടെ സി എന്ന് പറയും, അത്രേ പറയത്തുള്ളൂ. എന്താണെന്നറിയാമോ, ഇയാളും കയറി അത് അങ്ങോട്ട് ഏറ്റു കഴിഞ്ഞാൽ ഇതിനെന്തായാലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ഇവൾ നിരാശപ്പെടും. ലേഡീസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്, പെട്ടെന്ന് വിശ്വസിക്കുകയും പെട്ടെന്ന് നിരാശപ്പെടുകയും ചെയ്യും. അതായത് ഈ പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ വിശ്വാസത്തിന്, സ്ത്രീകളെ പെട്ടെന്ന് വിശ്വസിക്കും, പെട്ടെന്ന് വിശ്വാസം പോകും. പുരുഷന്മാരെ താമസിച്ച് വിശ്വസിക്കും, ഉള്ള വിശ്വാസം പോകത്തുമില്ല. ഇത് നമ്മൾ ജെൻഡർ ബേസിൽ ഇത് അറിയണം. ഫെയ്ത്തിൻ്റെ ഒരു ഫോർമേഷൻ ജെൻഡർ ബേസിൽ അറിയണം. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നിനക്ക് അത് അബോട്ടായിപ്പോയി, അല്ലെങ്കിൽ നീ വിചാരിച്ച പോലെ അല്ല, നിൻ്റെ വല്ല ടെമ്പറേച്ചറിൻ്റെ ഡിപ്രഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള പീരീഡ്സ് നീണ്ടു പോയതായിരിക്കും. അത് അറിയുമ്പോൾ നിന്നെ ഉടനെ അയ്യോ നമ്മൾ നീ ഉടനെ കാറിക്കൂവി, പിന്നെ പ്രാർത്ഥിക്കാതെ പോയില്ലേ, കെട്ടിവെച്ച കാശ് പോയി. ഇലക്ഷന് മിനിമം വോട്ട് കിട്ടില്ലെങ്കിലുള്ള അവസ്ഥ എന്താണ്? കെട്ടിവെച്ച കാശ് പോകും. പല വിശ്വാസികളും ചമഞ്ഞ് നടക്കുന്ന പാർട്ടികൾക്ക് ഒരു ഇഷ്യൂ ഉണ്ടായാൽ കെട്ടിവെച്ച കാശ് പോകും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ദൈവത്തിൻ്റെ മനസ്സിന് വേണ്ടിയല്ല ആധ്യാത്മിക ജീവിതം നിലനിർത്തിക്കൊണ്ട് പോണത്. തൻ്റെ മനസ്സ് എന്താണ് അത് ദൈവത്തെ കൊണ്ട് കൊത്തിരി പിടിച്ചിരിക്കുക, അതാണ് പരിപാടി. നമ്മളൊരിക്കലും വിശ്വാസത്തെ വളരത്തില്ല. സബ്ജക്റ്റിൽ നിന്ന് ഞാനൊരിക്കലും പോയിട്ട് അറിയാമല്ലോ, ദൈവം അനുഗ്രഹിച്ചിട്ട് ഔസപിതാവിനെ ഈ ടോക്കിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോകുന്നതാണ്. പക്ഷെ അത് നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ഇങ്ങനെ ജീവിച്ച ഒരാൾ, വിശ്വാസത്തിൻ്റെ ഒരു ജീവിതമാണത്. അമ്മ കണ്ടതല്ലേ ഓശാന പാടി എതിരേറ്റുണ്ട് യേശുവിനെ കൊണ്ടുപോകുന്നത്. ഒന്നും കാണാതെ മരിച്ചൊരു മനുഷ്യൻ കർത്താവിനെ കഴുത്തെ പിടിച്ച് തള്ളണം ചിലപ്പോൾ കണ്ടു കാണും. നസ്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ, കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയില്ലേ, ആ കാഴ്ച കണ്ടു കാണും. അന്ന് വീട്ടിലുണ്ടായിരുന്ന ആളാ, അന്ന് അമ്മയുണ്ടായിരുന്നു. ജീസസ് നാസറത്ത് സിനിമയിൽ ഇങ്ങനെ നിങ്ങൾ കേട്ടിരിക്കെ ഈ വചനം നിറവേറിയിരിക്കണം എന്ന് പറയുന്ന ലൂക്കാ സുവിശേഷമില്ലേ, 4:18 ലൂക്കാ സുവിശേഷം അല്ല, കഫർനാമിലെ സിനഗോഗിലെ ഈശോ പ്രസംഗിക്കാൻ വേണ്ടി നിൽക്കത്തില്ലേ. അപ്പോൾ നിങ്ങൾ കേട്ടിരിക്കെ ഈ വചനം നിറവേറിയിരിക്കണമെന്ന് പറയുമ്പോൾ ഉടനെ ജനങ്ങളെല്ലാം കൂടി ആദ്യം സമ്മതിച്ചിട്ട് പിന്നീട് അവരോടക്കും, ഇവൻ കാർപ്പൻ്ററിൻ്റെ മകനല്ലേ എന്ന് ചോദിക്കും. തന്തൊക്കെ വിളിക്കും, ഉടനെ ലക്ഷണം ഉടനെ മാറും. യു സൺ ഓഫ് കാർപ്പൻ്റർ, യു ബ്ലാസ്ഫെമി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന്മാർ കിളവന്മാരെല്ലാം കൂടി ചാടിയിരുന്നു. അത് കേട്ട് ഔസപിതാവ് കഫർനാമിലേക്ക് സിനഗോഗിലേക്ക് ഓടി വരുമ്പോൾ മകനെ കഴുത്തെ പിടിച്ചുള്ളതാണ്. ഈ കാഴ്ച അപ്പം കണ്ട് കാണാം. അമ്മയേക്കാൾ വലിയ ഹൃദയത്തെ സംഗ്രഹിപ്പുകാരനാണ്. ഈ ചോരക്കുഞ്ഞിനെ കൊണ്ട് 4 കാലം ഈജിപ്തിലോട്ട് പാഞ്ഞു പോകുമ്പോഴും അവർക്ക് അമ്മയ്ക്കും മകനും പാല് കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും വേണ്ടി ഈജിപ്തിൽ അറിയാത്ത പണികൾ ചെയ്തുകൊണ്ട് നടക്കുമ്പോഴും ഒരു പണി അറിയാൻ പാടില്ല. ഈജിപ്തിലെ പണിയെന്ത്, ഇസ്രയേലിലെ പണിയെന്ത്, ഈജിപ്തിലെ പണിയെന്ത്, ഇസ്രയേലിലെ പണിയെന്ത്. ഞാൻ ഈജിപ്തിലെ കസേരയും കണ്ടിട്ടുണ്ട്, ഇസ്രയേലിലെ കസേരയും കണ്ടിട്ടുണ്ട്. 2000 കൊല്ലം നോക്കുമ്പോഴുള്ള നമ്മുടെ ബാർബർ ഷോപ്പിലൊക്കെ ഇരിക്കണൊക്കെ വലിയ തരം കാലുള്ള കസേരയാണ് ഈജിപ്തിലെ കസേര, അതല്ല ഇസ്രയേലിലെ കസേര. ഈ മനുഷ്യൻ പെട്ടെന്ന് പോയി ഈജിപ്തിൽ താമസിക്കുമ്പോൾ ആര് പണിക്ക് വിളിക്കാനാണ്? പണിക്ക് വിളിച്ചാൽ അതിൻ്റെ അളവറിയാവോ? ഒരളവ് അറിയത്തില്ല.
പിന്നെ പട്ടിണി നിന്ന് ആ പണി പഠിച്ചെടുക്കും. അങ്ങനെ കഷ്ടപ്പെട്ടാണ് ഈ അമ്മനെയും കുഞ്ഞിനെയും വളർത്തിയെടുത്തത്. ഈസ് എ ഗ്രേറ്റ് മാൻ. അപ്പോഴേ വിശ്വസിച്ചത് എന്താണ്? ഒരു വിശ്വാസത്തിൻ്റെ ജീവിതമാണ്. He has no evidence. He has no reason. ഒരു റീസണുമില്ല. ഈ ഈജിപ്തിലെ വെയിലെന്ന് നിങ്ങൾക്ക് അറിയാവോ? 40 to 45 ഡിഗ്രിയിലാണ് ചൂട്. ഇസ്രായേലിലെ ചൂട് തന്നെയാണ്. ഈ ചൂടിലും വെയിലത്തും പരിവേഷത്തിലും ഈ പുതിയ പണി 10-30 വയസ്സുള്ളപ്പോൾ പുതിയ പണി പഠിച്ചിട്ട് അമ്മയ്ക്കും കുഞ്ഞിനും തീറ്റ കൊടുക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട മനുഷ്യന് അങ്ങക്ക് എന്ത് തിരിച്ചു കിട്ടിയത്? ഒന്നും തിരിച്ചു കിട്ടിയിട്ടില്ല. ഒന്നും തിരിച്ചു കിട്ടാതെ, ദാമ്പത്യ ആനുകൂല്യങ്ങളും അവകാശങ്ങളും പങ്കുപറ്റാതെ he has done his job. പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി, എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കിയെന്ന് പറയാൻ യേശുവിന് മുമ്പ് ആർക്കെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ അത് ഔസേപ്പിതാവിനാണ്. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതായത് റീസൺ ഒരിക്കലും സുവിശേഷം റിലേ ചെയ്യണില്ല എന്ന്, അത് അപ്പോസ്തല പാരമ്പര്യമാണ്. ഞാൻ ദിവസങ്ങളിൽ എൻ്റെ അച്ഛനോട് ജോബിയച്ഛനോട് പറയുമായിരുന്നു, അച്ഛാ, അതായത് ചില വചനങ്ങൾ നോൺ റീസണബിളാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പറഞ്ഞില്ലേ, എന്താണ് സുവിശേഷം പ്രസംഗിക്കുക? എന്താണ് സാഹചര്യം അനുകൂലമാണെങ്കിലും അനുകൂലമാകുമ്പോഴും അല്ലാത്തപ്പോഴും. ഇതിൻ്റെ എന്ത് റീസണാണ് ഉള്ളത്? 2 തിമോത്തി 4:2 വചനമാണ്. 2 തിമോത്തി 4:2 വചനമാണ്. സുവിശേഷം പ്രസംഗിക്കുക സാഹചര്യം അനുകൂലമാകുമ്പോഴും സാഹചര്യം അനുകൂലമല്ലാത്തപ്പോഴും. അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? എനിക്ക് പെട്ടെന്ന് ഇത് മനസ്സിലായി. നമ്മുടെ തുഗ്ലക്കില്ലേ, മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഡൽഹി തലസ്ഥാനം എടുത്ത് ആഗ്രയെ കൊണ്ട് വെച്ചിട്ട് 5 മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചു കൊണ്ടുവന്ന് ഡൽഹി വെച്ച മനുഷ്യനാണ്. നാണയങ്ങളെല്ലാം സ്വർണ്ണ നാണയങ്ങളാക്കി. അത് രസമെന്ന് വെച്ചാൽ നാണയങ്ങൾ സ്വർണ്ണ നാണയങ്ങൾ. അപ്പോൾ സ്വർണ്ണ നാണയത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു നാണയത്തിന് 100 രൂപ എന്ന് വിചാരിച്ചോ. എന്തിന്? സ്വർണ്ണ നാണയത്തിൽ സ്വർണ്ണത്തിൻ്റെ നാണയമാണേ. ആ നാണയം കൊണ്ട് തൂക്കി വിറ്റ 1000 രൂപ കിട്ടും സ്വർണ്ണത്തിന്. 1000 രൂപയുള്ള സ്വർണം നാണയം ഉണ്ടാക്കി 100 രൂപക്ക് കൊടുക്കുന്ന മനുഷ്യൻ, അയാളാണ് തുഗ്ലക്ക്. ഈ മനുഷ്യന് വേറെ ഒരു പരിഷ്കാരമുണ്ട്. അദ്ദേഹം ഒരു വിളംബരം ചെയ്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാജ്യത്തുള്ള എല്ലാവരും, കുതിരയുള്ള എല്ലാവരും 5 രൂപ വെച്ച് കപ്പം തരണം രാജ്യത്തിന്. ക്ലിയർ അല്ലേ? റീസണബിളാണ്. അടുത്ത ചോദ്യം പറയണേ, അതുപോലെ തന്നെ കുതിരയില്ലാത്തവരും. അപ്പോൾ നമുക്ക് എന്ത് തോന്നും? കുതിര ഉള്ള എല്ലാവരും 5 രൂപ വെച്ച് കപ്പം തരണം. അടുത്ത നിയമം എന്താണ്? അതുപോലെ തന്നെ 5 രൂപ വെച്ച് കപ്പം തരണം. ആര്? കുതിരയില്ലാത്തവരും. രാജ്യത്തിലുള്ള എല്ലാവരും 5 രൂപ വെച്ച് കപ്പം തരണമെന്ന് പറഞ്ഞാൽ പോരെ. അതിൻ്റെ അകത്തേക്ക് കുതിരയെ കൊണ്ടുവന്ന് കഥാപാത്രമാക്കേണ്ട ആവശ്യമില്ല. അയാളൊരു ഇഡിയറ്റാണ്. അതുകൊണ്ടാണ് ഏതാണ്ട് ഇതേ ലെവലിലാണ് ഈ വചനം കിടക്കുന്നത്. ഇഡിയറ്റായിട്ട് പറയുകയല്ലത്. അതായത് സുവിശേഷം പ്രസംഗിക്കുക സാഹചര്യം അനുകൂലമാകുമ്പോഴും സാഹചര്യം പ്രതികൂലമാകുമ്പോഴും. എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താണ്? സുവിശേഷത്തിനാണ് അവിടെ പ്രാധാന്യം, സാഹചര്യത്തിനല്ല. അഭയ കേസ് ഉണ്ടായാലും ഫ്രാങ്കോ കേസ് ഉണ്ടായാലും അത് നമ്മളെ വലിച്ചു കീറി ഒട്ടിച്ചാലും ന്യായം ഉണ്ടായാലും അത് അന്യായം ഉണ്ടായാലും ഇനി സുപ്രീം കോടതി വരെ നമുക്ക് അനുകൂലമായി പ്രതികൂലമായി വിധിച്ചാലും എന്താ കാര്യം? പൗലോസ് എന്താ പറഞ്ഞത്? സുവിശേഷത്തിന് വിലങ്ങ് വെച്ചിട്ടില്ല. 2 തിമോത്തി 2:9. വ്യക്തികൾക്ക് വിലങ്ങ് വെക്കാൻ പറ്റും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ ബന്ധനസ്ഥനാണ്. But the gospel is not under chain. ഞാൻ ബന്ധനസ്ഥനാണ്. വ്യക്തികൾ ബന്ധനസ്ഥരാകും, ചിലപ്പോൾ അഴിച്ചുവിടുകയും ചെയ്യും. പക്ഷേ സുവിശേഷം ബന്ധിക്കപ്പെട്ടിട്ടില്ല. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശു സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
നമ്മുടെ സാഹചര്യം എന്തായാലും അത് ദൈവത്തിൻ്റെതാണെന്നൊരു വചനമുണ്ട്. ചിലപ്പോൾ രോഗമാകാം, ചിലപ്പോൾ ആരോഗ്യമാകാം. ആ സാഹചര്യം എന്തായാലും രോഗം ദൈവത്തിൻ്റെതല്ല, ആരോഗ്യം ദൈവത്തിൻ്റെ ആണെന്നല്ല കിടക്കണത്. നിൻ്റെ രോഗം ആയാലും ആരോഗ്യമായാലും അത് ദൈവത്തിൻ്റെതാണ്. അങ്ങനെ ഒരു വചനമുണ്ട് ബൈബിളിൽ. നിന്റെ സന്തോഷമായാലും ദുഃഖമായാലും അത് ദൈവത്തിൻ്റെതാണ് സാഹചര്യം. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന എല്ലാ മോശം സാഹചര്യമായാലും നല്ല ഇപ്പം നിൻ്റെ പോവർട്ടി, ഇപ്പം ചിലർ ക്രിസ്മസ് കാലത്ത് രോഗവും മരുന്നൊക്കെ കാരണം, ആശുപത്രി കേസ് കാരണം, പൈസ ഇല്ലാത്ത കാരണം ചിലപ്പോൾ നല്ല ഭക്ഷണം പോലും കഴിക്കാത്ത ക്രിസ്മസ് ഉണ്ടാകാം. അപ്പോൾ ഈ ക്രിസ്മസ് ഇങ്ങനെ പോയി നമ്മൾ ചിലപ്പോഴും അപ്പൻ അല്ലെങ്കിൽ അമ്മ മക്കളോട് പറയും, ക്രിസ്മസുമായിട്ടും നമ്മളെ കർത്താവ് കാത്തില്ലെന്ന് വേണേൽ പറയാം. നമുക്ക് അങ്ങനെ പറയണവരുണ്ട്. അപ്പോൾ നമുക്ക് പണമുള്ളപ്പോൾ കർത്താവ് നമ്മുടെ കൂടെ, പണമില്ലാത്തപ്പോൾ കർത്താവ് നമുക്ക് കൂടെ ഇല്ല, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അതുപോലെ നമുക്ക് ഭക്ഷണത്തിൽ പരുവക്കേടാണ്, വസ്ത്രത്തിൽ പരുവക്കേടാണ്, അപ്പോൾ പരുവക്കേടിൻ്റെ കാലത്ത് കർത്താവ് നമ്മുടെ കൂടെ ഇല്ല. ഈ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എവിടെ പോണ് എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷെ ബൈബിൾ എന്താ പറയണത്? പരുവക്കേടും കർത്താവിൻ്റെതാണ്, അതുപോലെ തന്നെ നിൻ്റെ സമൃദ്ധിയും കർത്താവിൻ്റെതാണ്. അല്ല, സമൃദ്ധി കർത്താവിൻ്റെതും അഭിവൃദ്ധി കർത്താവിൻ്റെതും മറ്റ് വിഷയങ്ങൾ കർത്താവിൻ്റെതല്ലാത്തതുമല്ല. അതല്ല ആധ്യാത്മികത. അതിന് ബൈബിൾ എന്താ പറയണത്? ആകാശവും ഭൂമിയും നിൻ്റേതാകുന്നു. അതാണ് വചനം. 89:11 വചനം. ആകാശവും ഭൂമിയും നിൻ്റേതാകുന്നു. ആകാശം എന്താണ്? സമയം, അല്ലേ? ഭൂമി എന്താണ്? സ്ഥലം. ഭൂമി എന്താണ്? സ്ഥലം. നമ്മുടെ ഒരു സാഹചര്യം രൂപപ്പെട്ടു തന്നെ എവിടെയാണ്? ഇപ്പം നമ്മുടെ സാഹചര്യം പരുവക്കേടാണെന്ന് പറയണം. അയ്യോ ഇപ്പം പിരിവുകാർ വരുമ്പോൾ പറയുകയെ, പിരിവുകാരൊക്കെ വരികയല്ലോ, നിങ്ങൾക്കറിയാമല്ലോ ഇപ്പം അതിന് പറ്റിയ സാഹചര്യമല്ല. ഇതൊക്കെ മാറട്ടെ, ഇതൊക്കെ മാറട്ടെ, നമ്മൾ ഈ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ. അങ്ങനെ പറയാം. അതായത് ഈ സാഹചര്യം ഇപ്പം പരുവക്കേടാണ്, ഇതൊക്കെ മാറട്ടെ എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? ഈ സാഹചര്യം എന്തിനാണ് വരുന്നത്? ഒന്ന് സ്ഥലത്തിലും ഒന്ന് സമയത്തിലുമാണ് സാഹചര്യം വരേണ്ടത്. ഈ സാഹചര്യം ആരുടേതാണെന്നാണ് പറയണത്? ഇപ്പം സ്ഥലം ഭൂമി, സമയം ആകാശം, അതിലാണ് സാഹചര്യം ഉണ്ടാകേണ്ടത്. ഇത് ആരുടേതാണ്? സങ്കീർത്തനം 89:11 അനുസരിച്ച് കൊണ്ട് സാഹചര്യം ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. അപ്പോൾ അത് നല്ല സാഹചര്യം ഉണ്ടാകാം, മോശം സാഹചര്യം ഉണ്ടാകാം. ഔസേപ്പിതാവിനും അമ്മയ്ക്കും മോശം സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അമ്മയ്ക്കറിയാം ആ സാഹചര്യം ദൈവത്തിൻ്റെതാണ്. കാര്യത്തൊഴുത്തിൽ കിടക്കുന്ന ചാണകത്തിൻ്റെ മണം വരുന്ന മക്കൾ വേണമെങ്കിൽ പശു വന്ന് നക്കിക്കാണും. ആ സാഹചര്യം ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. ആകാശം ദൈവത്തിൻ്റെതാണ്, സമയം ദൈവത്തിൻ്റെതാണ്, ഭൂമി ദൈവത്തിൻ്റെതാണ്, സ്ഥലം ദൈവത്തിൻ്റെതാണ്. ബെത്ലഹേമിലെ കാര്യത്തൊഴുത്തൊരു സ്ഥലമാണ്, ഭൂമിയാണ്. പക്ഷേ സങ്കീർത്തനം 89:11 അനുസരിച്ചുകൊണ്ട് ബെത്ലഹേമിലെ കാലത്തൊഴുത്താകുന്ന ആ ഭൂമി ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. സാഹചര്യം ദൈവത്തിൻ്റെതാണ്. ഇപ്പം ആകാശം ഭൂമിയും കർത്താവിൻ്റെതാകുമ്പോൾ, സാഹചര്യം ദൈവത്തിൻ്റെതാകുമ്പോൾ അതിന് മോശം സാഹചര്യം നല്ല സാഹചര്യമൊന്നുമില്ല. എല്ലാം ദൈവത്തിൻ്റെ സാഹചര്യമെന്നേ ഉള്ളൂ. ദൈവത്തിൻ്റെ സാഹചര്യമായതുകൊണ്ട് തന്നെ എല്ലാം വിശ്വാസിക്ക് നല്ല സാഹചര്യം ആണ്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ. യുദ്ധപരമധികാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ,
രോഗ പ്രാർത്ഥനയിൽ പ്രവേശിക്കുകയാണ്. ദയവായിട്ട് രോഗം ഉള്ളിടത്തെല്ലാം കൈകൾ വെച്ചുകൊണ്ട് വിശ്വാസപൂർവ്വം ചൊല്ലി പ്രാർത്ഥിക്കേണ്ടതാണ്. രോഗമുള്ളിടത്തെല്ലാം ഉദരവേദന, കിഡ്നിയുടെ അസുഖങ്ങൾ ഉള്ളവർ നടുവിന് കൈവച്ച് പ്രാർത്ഥിക്കണം. മക്കളെ, ഇപ്പോഴേ മുതുകിനും അതുപോലെ നടുവിനുമൊക്കെ ഇങ്ങനെ എന്തോ ഈ ചൊറിഞ്ഞ് പൊട്ടും. പിന്നെ അത് ചിലത് പൊറുക്കും, ചിലത് പൊറുക്കത്തില്ല. ആ രോഗിയെ കർത്താവ് ഇപ്പം സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നെഞ്ചുവേദന ഉള്ളവർ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. മക്കളെ, വിശ്വസിച്ച് പ്രാർത്ഥിക്കണേ. നിങ്ങൾക്കെതിരെ വിഷയം കുറവാണെങ്കിൽ നിങ്ങൾ വിഷമിക്കരുത്. കൃപാസന അൾത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മധ്യസ്ഥത്തിലും ജീവനോടെ അൾത്താരയിൽ ജ്വലിച്ചു നിൽക്കുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയിലും ആണ് അച്ഛൻ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ പ്രാർത്ഥനയെ ആശ്രയിച്ചാൽ മതി. അതെനിക്ക് അത്രയും വിശ്വാസമില്ലെന്ന് ചിന്തിക്കേണ്ട. കർത്താവ് ഇപ്പം നിന്നെ സുഖപ്പെടുത്താൻ പോകുകയാണ്. പക്ഷെ നീ അടയാളം കിട്ടിക്കഴിഞ്ഞാൽ നിൻ്റെ വിശ്വാസ ജീവിതം നേരത്തെ പറഞ്ഞതുപോലെ ക്രമീകരിക്കേണ്ടതാണ്. നെറ്റിയിൽ കൈവയ്ക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നെറ്റിക്ക് കളർ വ്യത്യാസം വരുന്നവർ, നെറ്റിക്ക് വേദന ഉള്ളവർ, നെറ്റിയുടെ വേദന തലവേദനയായിട്ട് മാറുന്നവരൊക്കെ നെറ്റിയിൽ കൈവെക്കണം. മുടി കഴിയുന്നവർ തലയിൽ കൈവെക്കണം. ടോൺസൈറ്റ് രോഗികൾ, തൈറോയ്ഡ് രോഗികളൊക്കെ എല്ലാം തൊണ്ടയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. സ്പോണ്ടിലോസിസ് രോഗികളും തൊണ്ടയിൽ കൈവെക്കണം. കരട് രോഗികൾ നെഞ്ചിൻ്റെ താഴെ കൈവെക്കണം. പങ്ക്രിയാസ് രോഗികൾ നെഞ്ചിൻ്റെ താഴെ കൈവെക്കണം. ഉദര രോഗികളുണ്ട്, അവർ വയറിന് കൈവെക്കണം. ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് കേട്ടോ ഇത് പറയണത്. ഒരു നേരം പോലും വയറിന് വേദന വന്നാൽ ആ ദിവസം നമുക്ക് പോകും. നിങ്ങൾക്കറിയാം, നിന്റെ ഉദരത്തെ കർത്താവ് ഇപ്പം സുഖപ്പെടുത്തും. കർത്താവ് മഹോദര രോഗിയെ സുഖപ്പെടുത്തിയവനാണ്. നമ്മളൊക്കെ സമാശ്വാസം ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. സർവാംഗ രോഗമുള്ള, ഒന്നിൽ കൂടുതൽ രോഗമുള്ളവർ, 3-4 രോഗങ്ങളുള്ളവർ അച്ഛൻ കാണിക്കണ പോലെ സ്വസ്തിക്കായിട്ട് കൈവച്ചാൽ മതി. കുറേ രോഗങ്ങളുള്ളവരില്ലേ, അവരിങ്ങനെ കൈവച്ചാൽ മതി. ഹോൾ ബോഡി, ഉള്ളംകാല് മുതൽ ഉച്ചവരെ കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് ഇപ്പം കർത്താവ് തൻ്റെ വിശുദ്ധ വലതുകരം നിങ്ങളുടെ മേൽ ഉയർത്താൻ പോവുകയാണ്. അതിമനോഹരമായ സമയമാണ്. കർത്താവ് തന്നെ ആണിപ്പെടുത്താതെ മരണത്തെ കുരിശിനെ ജയിച്ച അവിടുത്തെ വലതുകരം നിങ്ങളുടെ മേൽ ഉയർത്താൻ പോവുകയാണ്. പരിശുദ്ധമ്മ ദേവമാതാവും എല്ലാ വിശുദ്ധന്മാരും വിശുദ്ധ വശപ്പിതാവും നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. നിൻ്റെ പേരിൻ്റെ പുണ്യാളനും നിൻ്റെ കാവൽ മാലാഖമാരും നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. നീ ഇഷ്ടപ്പെട്ട പുണ്യാളൻ, നീ നൊവേന കൂടുന്ന പുണ്യാളന്മാരെ എല്ലാവരും നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. എല്ലാവരും ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവർ പൂർണ്ണമായ സുഖം പ്രാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവെ, ഞാൻ ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവർ പൂർണ്ണമായ സുഖം പ്രാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവെ, ഈശോയെ അവരെ സ്പർശിക്കണ കർത്താവെ. അങ്ങനെ ആണിപ്പെടുതാർന്ന വലതുകരത്താൽ അവരെ സ്പർശിക്കണ കർത്താവെ. അങ്ങനെ ആണിപ്പെടുതാർന്ന വലതുകരത്താൽ അവരെ സ്പർശിക്കണ കർത്താവെ. ഈശോ, ഈ കർത്താവെ, ത്വക്ക് രോഗമുള്ളവരെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ത്വക്ക് രോഗമുള്ളവരെ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. കണ്ണിന് കാഴ്ചക്കുറവുള്ളവരെ, ചെവിക്ക് കേൾവിക്കുറവുള്ളവരെ, കർത്താവ് ചെവിന് പഴുപ്പ് വരുന്നവരെ അങ്ങ് സ്പർശിക്കണം. മൂക്കിന് ദശ വളരുന്നവരെ സ്പർശിക്കണം കർത്താവ്. മെനിഞ്ചൈറ്റിസ് അസുഖമുള്ളവരെയും കർത്താവ് ടോൺസൈറ്റ് അസുഖമുള്ളവരെ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈശോ, കർത്താവ് നശയം ചെയ്യാൻ വേണ്ടി മാത്രം കഫം കർത്താവ് നെറ്റിൽ തിങ്ങിക്കൂടിയിരിക്കുന്നവരെ അങ്ങ് സ്പർശിക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഞരമ്പ് ബ്ലോക്കുള്ളവരെ, ഹൃദയം ബ്ലോക്കുള്ളവരെ, കരൾ എലർജി ചെയ്ത് വരുന്നവരെ അങ്ങ് സ്പർശിക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവ്. പാൻക്രിയാസ് വീക്കമുള്ളവരെ അങ്ങ് സ്പർശിക്കുന്ന പ്രാർത്ഥിക്കുന്നു. ഷുഗർ രോഗികളെ, പ്രഷർ രോഗികളെ കർത്താവ് അങ്ങ് സ്പർശിക്കുന്ന പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ 35 വർഷം ആർക്ക് വേണ്ടിയാണ് ദൈവബലി അർപ്പിച്ചുകൊണ്ട്, ആർക്ക് വേണ്ടിയാണ് ജീവിച്ചത്, ആർക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറഞ്ഞത്, ആർക്ക് വേണ്ടി ശുശ്രൂഷിച്ചത്, ആ യേശു ക്രിസ്തു നാമത്തിൽ, യേശു നാമത്തിൽ നിങ്ങൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ,
പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, നിങ്ങൾ ഈ ദിവസങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് വിഷയങ്ങളല്ലോ, അതിപ്പോൾ ഓർക്കണം. ഈ ദിവസങ്ങളിൽ വല്ലാണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളില്ലേ, ഇപ്പം നല്ല സമയമാണ് ഓർക്കാൻ. അമ്മ മധ്യസ്ഥ വഹിക്കുന്നു. ഈശോ ദിവ്യകാരുണ്യത്തിൽ കാരുണ്യത്തോടെ നിൽക്കുന്നു നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി. നിങ്ങൾ ഈ ദിവസങ്ങളിൽ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചതെന്ന് ഓർത്തേ. ചിലർ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കാണും, അത് ഇപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിക്കുക. ചിലർ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കാണും, വിവാഹം ഒത്തുവരാൻ വേണ്ടി. മക്കളുടേതാകാം ചിലപ്പോൾ. ചിലർ ഒരു അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് കാണും. ചില ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രാർത്ഥിച്ച് കാണും. ചില പരീക്ഷ റിസൾട്ട് വരാൻ പോകുന്നത് നല്ലതായിരിക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിച്ച് കാണും. ചിലർ പരീക്ഷയ്ക്ക് ഡേറ്റ് എടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് കാണും. അതെല്ലാം ഇപ്പോൾ ഓർക്കേണ്ട സമയമാണ്. ഞാനിതെല്ലാം നിങ്ങളുടെ ഈ പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധ അമ്മ വഴി ദിവ്യകാരുണ്യത്തിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവിക ഇടപെടൽ സുനിശ്ചിതമാകുന്ന ഒരു സമയമാണ്. ചിലർ ഈ കിടപ്പ് രോഗികളുണ്ടാകാം. ചിലപ്പോൾ കിടന്നുകൊണ്ട് ചിലപ്പോൾ മക്കൾ ചിലപ്പോൾ അമ്മയ്ക്ക് ഈ പ്രാർത്ഥന കാണിച്ചു കൊടുക്കുന്നതായിട്ട് ഇവിടെ സന്ദേശമുണ്ട്. കിടപ്പ് രോഗിയ അമ്മയ്ക്ക് പ്രാർത്ഥന മകൾ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അമ്മയെ സ്പർശിക്കാൻ വേണ്ടി ഈ അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു കിടപ്പ് രോഗികളുണ്ട്. അവരെ നിങ്ങൾക്കറിയാമെങ്കിൽ അവരെ നിങ്ങൾ ഓർക്കുന്ന സമയമാകാം. ഒന്നിനും നിരാശപ്പെടരുത്. രോഗിയെ നോക്കി ഞാൻ മാത്രമേ ഉള്ളൂ, മക്കൾ ഞാൻ മാത്രമേ ഉള്ളൂ, അല്ലല്ലേ ഉള്ളത്, അവരെല്ലാം കൈയൊഴിഞ്ഞില്ലേ, ഇപ്പോഴിത് എൻ്റെ തല്ലിൽ മാത്രമായില്ലേ, നിരാശപ്പെടുന്ന വ്യക്തിയുണ്ടാകും. സാമ്പത്തികം കിട്ടിയാൽ മതിയായിരുന്നു, അതും കിട്ടണില്ല. ചിലപ്പോൾ ഈ കിടക്കണ രോഗി പണ്ട് വിചാരിച്ചിരുന്നെങ്കിൽ ഞാൻ നിലയിലായിപ്പോയേനും, വെറുതെ അല്ലേ ഇവർക്ക് ഗതി വന്നത്, ഇവരുടെ കയ്യിരിപ്പ് കൊണ്ടാണ് എന്നൊക്കെ ചിന്തിച്ച് ദൈവകൃപ നഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ടാകാം. അവരെല്ലാം ഇപ്പം അനുതാപത്തിലേക്ക് വരണം. കർത്താവാണ്, എൻ്റെ ജോലിയാണ് നീ ചെയ്യണത്, അത് നിന്നെക്കൊണ്ട് ദൈവമാണ് ചെയ്യിക്കണം എന്നുള്ള ബോധം ഉണ്ടാകണം. സാഹചര്യം ദൈവം തന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്, സമയം ദൈവത്തിൻ്റെതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 89 സങ്കീർത്തനത്തിൽ 11 പറഞ്ഞായിരുന്നു, ആകാശം ദൈവത്തിൻ്റെതാണ്, ഭൂമി ദൈവത്തിൻ്റെതാണ്, ഭൂമിയിലും ആകാശത്തിലുമാണ്, സമയത്തിലും സ്ഥലത്തിലുമാണ് സാഹചര്യങ്ങൾ ഉണ്ടാവുന്നത്. നിൻ്റെ സാഹചര്യം ദൈവത്തിൻ്റെതാണ്, ദൈവം നൽകിയതാണ്. ദൈവം നൽകിയ സാഹചര്യത്തെ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ബെത്ലഹേമിലെ കാലത്തൊഴുത്തിൽ ആ സാഹചര്യത്തെ ഉൾക്കൊണ്ടത്, ഹൃദയത്തിൽ സംഗ്രഹിച്ചത്, അതുപോലെ തന്നെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് പരാതിയില്ലാതെ ദൈവത്തിൻ്റെ മനസ്സ് എന്ത് തന്നെയായാലും എന്നെക്കൊണ്ട് ചെയ്യിച്ചതിന്, എന്നെ ഈ വലിയ കാര്യം ദൈവത്തിന് വേണ്ടി ചെയ്യിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയത്തെ അപ്പനെ ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, അത് ഇല്ലാത്ത മൂലം ഉണ്ടാകുന്ന അവസ്ഥകൾ, വീടില്ലാത്ത മൂലം ഉണ്ടാകുന്ന അവസ്ഥകൾ, മക്കളില്ലാത്ത മൂലം ഉണ്ടാകുന്ന അവസ്ഥകൾ, വിവാഹം ഒത്തുവരാത്ത മൂലം ഉണ്ടാകുന്ന അവസ്ഥകൾ, ജോലി ഇല്ലാത്ത മൂലം ഉണ്ടാകുന്ന അവസ്ഥകളെല്ലാം കർത്താവെ, സാഹചര്യങ്ങളെല്ലാം അത് അനുവദിക്കുന്നവരെ ദൈവത്തിൻ്റെതാണെന്നുള്ള വലിയ വെളിപാട് കിട്ടിയ ദിവസമാണിന്ന്. കർത്താവ് അതെല്ലാം ഞാൻ ദൈവം സമർപ്പിച്ചുകൊണ്ട് അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ, യേശുവിനെ പോലെ സ്തുതിക്കുന്ന കർത്താവെ, അംശപിതാവിനെ പോലെ സ്തുതിക്കുന്ന കർത്താവെ, അമ്മയെ പോലെ സ്തുതിക്കുന്ന കർത്താവെ, അപ്പോസ്തലന്മാരെ സ്തുതിക്കുന്ന കർത്താവെ, ദൈവത്തിന്റെ ശക്തി ഒഴുകട്ടെ, ദൈവത്തിന് കൃപ ചൊരിയട്ടെ. എല്ലാ ദുരിത സാഹചര്യങ്ങൾ, എല്ലാ വിഷമസന്ധികൾ, എല്ലാ മാരക രോഗങ്ങൾ, സാഹചര്യങ്ങൾ ക്രിസ്തു നാമത്തിൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ, ശക്തീകരിക്കപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, സമാപന ആശീർവാദത്തിന് സമയമാണ്. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. ശ്രുതികട ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ എല്ലാ ജീവന നിയമങ്ങളെ സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ